ഗൈസ് ഗുഡ് മോർണിംഗ്. ആരാ വിളിച്ചേ? ഗൈസ് എൻ്റെ സൗണ്ടും കൂടെ പോയി. ഇന്നലെ ഞാനും ഷിൻചാനും ഡ്രവറും എല്ലാവരും കൂടെ ബീച്ചിലാണെങ്കിൽ അവിടെ ഒരു നമ്മുടെ മിസ്റ്റർ ബീസ് വന്നായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ പോയിരിക്കുമായിരുന്നു ഗൈസ്. ഷിൻചാനൊക്കെ അവിടെ വന്നതേ കിടന്നുറങ്ങി. ഇവനിങ്ങനെ നിലത്ത് പോയേ. ഡാ ഷിൻചാനെ, നീ ഇങ്ങനെ നിലത്ത് പോയേ. ഗൈസ് ഈ ചെറുക്കൻ നിലത്തൊക്കെ ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ല. എടാ ഷിൻചാനെ എണീക്കടാ, നീ നിലത്തൊക്കെയാണോ ഉറങ്ങുന്നത്? നമുക്ക് ശബരിമലയ്ക്ക് പോകണ്ടേടാ. മകരവിളക്ക് തീരാറിയില്ല. ഞാൻ എത്ര നാളായിട്ട് വരുമോ ശബരിമലയ്ക്ക് പോകാന്ന്. അടുത്ത വർഷം എനിക്ക് 10 വയസ്സാകും കേട്ടോ. എന്തോ എങ്ങനെയാ 10ഓ? നിനക്ക് അടുത്ത വർഷം 6 വയസ്സാവും. അപ്പോഴാവുന്ന 10 വയസ്സ്. നീ പറഞ്ഞല്ലേടാ, ഞാൻ എന്തായാലും നിന്നെ കൊണ്ടുപോടാ ഷിൻചാനെ. ഞാനത് ഓർത്തായിരുന്നു. എന്താണേലും മകരവിളക്ക് തീരാൻ പോവാ. ഈ 14-ാം തീയതിക്ക് മുമ്പേ നമുക്ക് പോകണം. അപ്പം നമ്മൾ ഓൾറെഡി വ്രതത്തിലാണ്. അപ്പം നമുക്കിനി പോവാം എന്തായാലും മാലയിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഗൈസ്, നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എത്രയാണ് 2K അടുത്തങ്ങോട്ട് വ്യൂസൊക്കെ വന്നു. ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. എന്താണ് ഗൈസ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് പോലും ഇല്ല. എത്ര കഷ്ടപ്പാടാണെന്നറിയോ ഓരോ വീഡിയോ ഉണ്ടാക്കുന്നതിന്. ഇത് റെൻഡറായി വരാനൊക്കെ എത്ര നേരം എടുക്കുമെന്നറിയോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ. നമ്മുടെ പുതിയ ചാനലാണ് ഗൈസ്. നിങ്ങൾക്കറിയാം, കാശി ഗെയിമിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടായിരുന്നു. ആ ചാനൽ ടെർമിനേറ്റ് ആയി പോയപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അതൊക്കെ പറയണമെന്ന് ഓർത്തു, പക്ഷേ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. എടാ ഷിൻചാനെ, എന്നാൽ നമുക്ക് നീ പറഞ്ഞ പോലെ പോവാം. പക്ഷേ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. നമുക്ക് എൻ്റെ ഉയർനാടി നൻപൻ ട്രവറിനെയും കൂടെ വിളിക്കണം. ട്രവറിനെ വിളിച്ചാൽ അവനും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. ആ മൈക്കിളാണ് ഇവിടെ ഇല്ല. അവനൊക്കെയാണ് എവിടെയാ, നോർത്ത് ആൻറ്റണിലെങ്ങാണ്ട് അവന്മാർ ട്രിപ്പ് പോയേക്കോ. അതുകൊണ്ട് നമുക്കിപ്പം ട്രവറിനെ വിളിക്കാം. എടാ ഷിൻചാനെ, നീ ഞാൻ എന്താ പറയാൻ വന്നേ? എടാ ഷിൻചാനെ, നീ സ്കൂളിലൊന്നും ഇപ്പോൾ പോവാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ നിനക്ക് നമുക്ക് കറുത്ത ഡ്രസ്സൊക്കെ മേടിക്കേണ്ടി വന്നേനെ. നീ സ്കൂളിൽ പോകത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല കാര്യം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്നറിയോ? പറയുന്നതിന് മുമ്പ് ഗൈസ്, നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യം പോയി ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെക്കുവാണ് ഗൈസ് എങ്കിൽ നമ്മുടെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഞാൻ കുറേ പേര് ഇൻസ്പയർഡ് ആയിട്ടാണ് ഗൈസ് ഈ ചാനലൊക്കെ തുടങ്ങിയേക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ കണ്ണിയാണ് മാസ് ഗേൾ ഗെയിമിങ്. ആ ചേച്ചി എന്നെ എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മുടെ ചാനലൊക്കെ പോയ സമയത്തൊക്കെയാണ് ഗൈസ് ആ ചേച്ചിയാണ് നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തത്. അതുകൊണ്ട് സ്പെഷ്യൽ മെൻഷൻ ടു അവർ മാസ് ഗേൾ ഗെയിമിങ്. ഓക്കെ. എടാ ഷിൻചാനെ, നമുക്കെന്തായാലും ഈ കാര്യം ഞാൻ ഡ്രൈവറിനോട് ആലോചിക്കണം. നമുക്ക് എല്ലാവരെയും കൊണ്ട് നമ്മളിപ്പോൾ 2 പേർക്കാണെങ്കിൽ ഇപ്പോൾ കാറ് വല്ലതും വിളിച്ച് പോയാൽ പോലെ. ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അല്ലാതെ വിളിച്ചിട്ടൊക്കെ പോകാമായിരുന്നു ഷിൻചാനെ. ഇവരിതങ്ങോട്ട് പോവാ ഗൈസ്. എനിക്കറിയത്തില്ല ഈ ഷിൻചാനെ എന്തുവാ, അവൻ കുളിക്കാൻ പോകുമെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല. എന്നാലും ശരി, ആരും വിളിച്ചായിരുന്നല്ലോ എന്നെ. ഹലോ, നമ്മുടെ അയൺമാനാണല്ലോ. അയൺമാനാണ്, എന്താ വിളിച്ചത്? മോനെ ഫ്രാങ്കില്ലേ, എന്തായാലും മകരവിളക്കൊക്കെ തീരാൻ പോയില്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ശബരിമലയ്ക്ക് പോയല്ലോ. ഞാനുണ്ട്, ഹൾക്കുട്ടനുണ്ട്, പിന്നെ തോറും സ്പൈഡർമാനും അവന്മാരും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു ബസ്സൊക്കെ വിളിച്ച് പോയാലോ? നീ വേണേ ട്രെവറിനെയും ഷിൻചാനെയും ഒക്കെ കൂട്ടിക്കോ, നമുക്ക് എല്ലാവർക്കും പോവാം. പിന്നെ ആ മോട്ടു പോത്തലന്മാരില്ലേ, അവന്മാരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ നൈസായിട്ടൊന്നും പോയിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ജനുവരി 14 വരെ എങ്ങാണ്ട് നമ്മുടെ മകരവിളക്കുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോവാം. ഓക്കെ ഗൈസ്, നിങ്ങൾ 3 പേരും വരണം. പിന്നെ ഫ്ലാഷ് ഷൂട്ടറിനും കൂടെ വരുന്നുണ്ട്. അപ്പൊ നീ പോയി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രാങ്കിളിനെ. നീ ഇപ്പൊ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്താലേ നമുക്ക് കാര്യം പെട്ടെന്ന് തീർക്കാൻ പറ്റൂ. എന്നാലും നമുക്ക് ഞങ്ങളിപ്പോ എല്ലാത്തിലും വ്രതത്തിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് ആലോചിച്ചാണ് നമുക്ക് ബസ്സൊക്കെ വിളിച്ച് മാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് പോവാന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പൊ ലോസ് ആൻഡോസിൽ ഉള്ളത്. അപ്പൊ നീ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയാ. അപ്പൊ ഫ്രാങ്കിളിനെ നീ പോയി ബസ്സൊക്കെ വിളിച്ചോ. അപ്പൊ ഓക്കെ ബൈ. അതിപ്പോ ലാഭമായല്ലോ ഗൈസ്. അയൺമാനും അവന്മാരെല്ലാം വരുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല,
നമുക്ക് ഒരാളെയും കൂടെ വിളിച്ചു ചോദിക്കണം ഗൈസ്, ബസ്സൊക്കെ മേടിക്കണമെങ്കിൽ. ഹലോ ചേട്ടാ, ഞാനാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ. അപ്പോൾ ഞാനിപ്പോൾ കടയിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു വണ്ടി കിട്ടുമോ? അതായത് ഞങ്ങളിപ്പം നമ്മളൊരു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഒരു ബസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ബസ് കുറവാണ്, അതുകൊണ്ടാണ്. ചേട്ടനിപ്പോൾ ഒരെണ്ണം എനിക്ക് അറേഞ്ച് ചെയ്ത് തരാമോ? അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു, ഉപകാരമായിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും കടലോട്ട് പോവാം. എന്തായാലും വണ്ടിയൊക്കെ ഇപ്പോഴേ സെറ്റാക്കിയാലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ടൈം കുറവാണ്. നമ്മളാണെങ്കിൽ ഇതേ ഡ്രൈവറിനെ കൂടെ വിളിച്ച് ചോദിക്കട്ടെ. ഇതാ ഡ്രൈവറെ, ഞാനാ ഫ്രാങ്ക്ലിൻ. നമ്മൾ ശബരിമല ട്രിപ്പ് പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചില്ലേ? നമ്മുടെ അവഞ്ചേഴ്സും എല്ലാവരും ഉണ്ട്. ഞാൻ വണ്ടിയൊക്കെ റെഡിയാക്കുമോ? നീ വരുന്നുണ്ടോ ഇല്ലേ? ഞാൻ പിന്നെ ഇല്ലാതിരിക്കോ? നീ എന്തായാലും വണ്ടിയൊക്കെ സെറ്റാക്കും ഫ്രാങ്ക്ലിനെ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും അപ്പം നമുക്ക് പോയി വണ്ടിയൊക്കെ സെറ്റാക്കാം. നമുക്കിതുവരെ പോവാം. ഞാൻ ഷിൻജാനോട് പറഞ്ഞില്ലേ, ഷിൻജാനെ ഞാൻ പോവാണ്, ഞാൻ പോയി വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് വരാവേ. ഗൈസ് ഇത്ര മതി, എനിക്കിനി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അവന്മാർ മറ്റേ പുള്ളിയുടെ കടയൊക്കെ എങ്ങനെയാണ് ഗൈസ്? പുള്ളിയോട് എന്തെങ്കിലും കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ അപ്പം ആയിരുന്നു, അല്ലെ പിന്നെ പുള്ളിക്കാരൻ വണ്ടിയൊന്നും തരത്തില്ല. പിന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം നിങ്ങളാരും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റൊക്കെ ഇടണം. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും കുറച്ച് നേരം എടുക്കുമോ ഗൈസ്? ഗൈസ് അവിടെ അടുത്തെത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സംഭവം. ഇവിടെയാണ് ഗൈസ് കട. ഇവിടെ ഈ ബസ്സും കാറും ഒക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ പമ്പൊക്കെ ആയോ? നോക്കാം ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ് ടെലിഫോൺ ഡയറക്ടറി. ഓക്കെ ഗൈസ്, ഓമാരോട് ചോദിക്കാം, ഈ പുള്ളിയോട് ചോദിക്കാം. ചേട്ടാ, ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞില്ലേ, ഞാനാ ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ. അപ്പം ഞങ്ങൾക്ക് മറ്റേ ബസ് ഒരെണ്ണം വേണമായിരുന്നു. നിങ്ങൾക്ക് തന്നെ ചെവിയില്ലേ? എൻ്റെ പൊന്നേട്ടാ, ഞാനാ കുറച്ച് മുമ്പ് വിളിച്ചത്. എനിക്കൊരു ബസ് വേണം, തരുമോ? ഗൈസ് അങ്ങനെ വേറെ ആരോടോ സംസാരിക്കുക. ചേട്ടാ, ഞാനാ കുറച്ച് മുമ്പ് ബസ് ചോദിച്ചേ. നീ ആയിരുന്നല്ലേ ആ വിളിച്ച ആള്? ഓക്കെ, നീ ഓടാ, നിനക്ക് ഞാൻ വണ്ടി തരാം. പിന്നെ ഈ വണ്ടിയുടെ റേറ്റ് ഒക്കെ വരുന്നത് എത്ര ദിവസം എന്നനുസരിച്ചാണ്. ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാ. ഇതിനൊക്കെ ഒരു $1,000-2,000 ഒക്കെ ആവും. അത് പിന്നെ ഇത്ര ദിവസത്തേക്ക് റെന്റ് ഉണ്ട്. പിന്നെ ഈ വണ്ടിക്കൊക്കെ ആണെങ്കിൽ വെറും $700 വരത്തുള്ളൂ 2 ദിവസത്തേക്ക്. 2 അല്ലെ 5 ദിവസത്തേക്കാണെങ്കിൽ × 5 ചെയ്താൽ മതി. 2 ദിവസത്തേക്കാണെങ്കിൽ അല്ല 1 ദിവസത്തേക്കാണെങ്കിൽ $700. ഇതിനാണെങ്കിൽ തിരിച്ച് $500 ഈ വണ്ടിക്ക്. അപ്പൊ നീ തന്നെ തീരുമാനിച്ചോ മോനെ, നിനക്ക് ഏത് വേണമെന്ന്. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താ? $700? എടോ, $100 എന്ന് പറയുമ്പോൾ തന്നെ INR 8,000 രൂപയാണ് വരുന്നത്. അപ്പോഴാണ് അവിടെ താനും തൻ്റെ ഒരു $700 വണ്ടി. ഞങ്ങൾക്ക് ഇത്രയും റേറ്റിനുള്ളതൊന്നും വേണ്ട. ഞാനാണെങ്കിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നൊരു 2 ദിവസത്തേക്കുള്ള വണ്ടി അതാണെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് റേറ്റ് ആയിരിക്കും. പിന്നെ $700 ഞങ്ങൾക്ക് വരാൻ പറ്റൂല. അങ്ങനെയാണോ? നിനക്ക് ഞാൻ വേറെ സംഭവം തരാം, നീങ്ങുവാ. നിനക്ക് 700 വരുന്നതല്ലേ? ഓക്കെ. പിന്നെ അത് കുറച്ച് ഓവർ പ്രൈസ് ആണ്. പിന്നെ ഈ വണ്ടിയൊക്കെയാണ് നിനക്ക് പറ്റുന്നതായിരിക്കും. ഒരു $1,000. അയ്യോ സോറി, നിനക്ക് 600 താഴെയല്ലേ വേണ്ടേ? അല്ല സോറി, 500 താഴെയല്ലേ വേണ്ടേ? നീ ഇങ്ങോടാ മോനെ. ഇതൊക്കെ ആണെങ്കിൽ വെറും ഇതൊക്കെ ആണെങ്കിൽ നീ ഇപ്പൊ 2 ദിവസം എന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ ആണെങ്കിൽ ഒരു $200 ആണ് വരുന്നത്. പിന്നെ നീ നമ്മുടെ ഫ്രാങ്ക്ലിൻ കൂടെ ആയതുകൊണ്ട് ഞാൻ ഒരു $98 തരാം. 98. നിനക്കിത് പറ്റുമോ നോക്കി. ഇതൊക്കെ നല്ല പറ്റുന്ന അങ്ങേ സൈഡിൽ കിടക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നിനക്ക് പറ്റുന്നതായിരിക്കും. കുറച്ച് സീറ്റും കൂടെ ഉണ്ട്. $98 തരാം. ഇത് കൊള്ളാലോ. ഒരു സെക്കൻഡ്, ഇതിൻ്റെ മറ്റേ ഒരു ലെവലുണ്ടല്ലോ, അത് നോക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല. ചേട്ടാ ഇത് മതി, ഇത് ഞങ്ങൾക്ക് പറ്റുന്നതാണ്. ഇതിനെത്ര? 98. നല്ല ഓഫർ ഇട്ട് തന്നതിന് താങ്ക് യു. ഈ വണ്ടി മതി, ഞങ്ങൾക്ക് ഈ വണ്ടി മതി. ഇത് തന്നെ ധാരാളമാണ്. അപ്പം ഇതങ്ങ് ഫൈനലൈസ് ചെയ്യാം ചേട്ടാ. ഇത് റെൻറ്റ് ഇപ്പോഴേ തരണോ അതോ പോയി കണ്ടു മതിയോ? ഇപ്പൊ തരാതെ പിന്നെ നീ വണ്ടി കൊണ്ട് കടന്നാളെ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അങ്ങനെയൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ഇടാ. ഓക്കെ, ഗൂഗിൾ പേ ID പറയുമോ ചേട്ടാ? ലോക്പാൽ വന്ദേമാതരം @C4. വല്ലാത്തൊരിത് തന്നെ ചേട്ടാ. അപ്പം ഞാൻ വണ്ടി എടുക്കുവാണേ ഗൈസ്. അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതെന്നെ സംഭവം ഗൈസ്. ഈ വണ്ടിക്കകത്ത് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. ഇതെന്നെ സംഭവം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊന്ന് പിടിച്ചു ഇവിടെ. ഇതെന്ത് സ്പ്രേയാ? കൊള്ളാലോ ഗൈസ്.
ഇതിൻ്റെ അകത്ത് മറ്റേ ഗോദ്രേജിൻ്റെ മറ്റേ സംഭവമൊക്കെ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് ഞെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കേട്ട പോലത്തെ കുറച്ച് സംഭവം കിട്ടി. ഞാൻ ഒന്നും കൂടെ ഞെക്കി കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത് ഞെക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കും. ഇനി നമ്മൾ പോകുന്ന വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ടാണ്. മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം എല്ലാമായ ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ നമ്മളിവിടെ ലോസ് ആൻഡോസിൽ 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് ലോസ് ആൻഡോസ് കസ്റ്റംസും വേറെയാണ് നമ്മുടെ സിമിയോണിൻ്റെ കടയും. സിമിയോൺ ഇവിടെ ഇല്ല ഗൈസ്. സിമിയോൺ എന്തോ ഡീലർഷിപ്പിന് വേണ്ടി USA-യിൽ നിന്ന് ഫ്രാൻസിലോട്ട് വരെ പോയതാണ് ഗൈസ്. നമുക്കപ്പോൾ ഇവിടെ നോക്കാം. ഈ തിയേറ്ററിൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ദേ ഗൈസ്, ഇവിടെ ഒരെണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റേ ഗൈസ് എത്തിയില്ല, ഇച്ചിരിയും കൂടെ പോകണം. മറ്റേ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഇല്ല, അതൊക്കെ ഇവിടുന്ന് മാറ്റി ഗൈസ്. എന്തൊക്കെയല്ലേ, ഓരോ ദിവസവും ഓരോ സ്ഥലത്തൊക്കെ ഇതൊക്കെ. നമുക്കിവിടുന്ന് തപ്പി പോകാം. ഇവിടെ എവിടെയാണോ ഇത് ഗൈസ്? അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇവന്മാർക്ക് ഇതൊക്കെ നേരെ വെച്ചൂടെ ഗൈസ്? എനിക്ക് സംശയമാണ് ഇത് കയറുമോയെന്ന്. നമ്മുടെ ഈ ബസ്സൊക്കെ ആയതുകൊണ്ട് ഇത് കയറുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കും എന്തിനാ മോഡിഫൈ ചെയ്യുന്നതെന്ന്. നിങ്ങളിപ്പോൾ തമ്പനിയിലത് കണ്ട് ആ ബസ്സില്ലേ, ആ ബസ്സാക്കാനാണ് ഗൈസ് ഈ ബസ്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബസ് ആ ബസ്സാകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നുന്നു നല്ല രസമായിട്ട് സെറ്റായി വരുമെന്നാണ്. ചേട്ടാ, അപ്പോൾ ഞങ്ങൾക്ക് ഈ ബസ്സിനെ ഞങ്ങൾ ശബരിമലയ്ക്ക് പോവാം. അപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് അയ്യപ്പൻ്റെ ഫോട്ടോയും ഒക്കെ സെറ്റ് ചെയ്ത് തരണം. എത്ര $1 ആവുമെന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഗൈസ്. നമ്മളിത് ഈ പുള്ളി ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. എ ഫ്യൂ മൊമെൻറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം. ചേട്ടാ റെഡിയായല്ലോ അല്ലേ ഗൈസ്? ഇവിടെ പുള്ളി റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഉള്ളവന്തപ്പോൾ റെഡി അന്നേരം തലപതി ഗൈസ്. ഇതാണ് വന്നേക്കുന്നത്, കണ്ടോ? നമ്മുടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ എന്തും രസമായിട്ടാണ് പുള്ളി ഒട്ടിച്ച് തന്നേക്കുന്നല്ലേ ഗൈസ്. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഒരു മറ്റേ കൂട്ട് ഫോട്ടോ ഫ്രെയിം വെക്കാറാണ് പതിവ്. പക്ഷെ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. ഒട്ടിച്ചെന്ന് പറയുമ്പോൾ മറ്റേ ഫോണിലൊക്കെ മറ്റേ സ്കിന്നാക്കുന്ന പോലത്തെ തന്നെ, അതുപോലത്തെ പേപ്പറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുവാ ഗൈസ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോവാം. ഇപ്പോൾ അവിടെ അവന്മാർ എത്തിക്കാണുമെന്നാണ് തോന്നുന്നത്. അവഞ്ചേഴ്സും ട്രെവറും എല്ലാവരും എത്തിക്കാണും. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മലയിട്ട് നേരെ പോവാം ഗൈസ്. ഇവിടെ ഒന്ന് തുറന്ന് കിട്ടാനാ പാട്. ഗൈസ്, ഒരു വിധത്തിൽ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഇടിച്ച് നല്ല ശകുനമാണ് ഗൈസ്. കൊണ്ടുവന്നപ്പോൾ തന്നെ ഒന്ന് ഇടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. വലിയ സ്ക്രാച്ചൊന്നും പറ്റിയില്ല ഗൈസ്. ഞാൻ നല്ല കാര്യമുള്ളൂ, സ്ക്രാച്ചൊന്നുമേ പറ്റിയിട്ടില്ല. നല്ല കാര്യം ഗൈസ്. നമുക്ക് ആ ഷിൻജാനെ ഒന്ന് വിളിച്ചു നോക്കണം. ആ ചെറുക്കനെ ഒന്ന് വിളിക്കാനായിട്ട്. അവൻ വിളിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങോട്ട് ചിലപ്പോൾ ആ ചെറുക്കൻ വിളിക്കും ഗൈസ്. നമ്മുടെ ഷിൻജാൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. എടാ ചെറുക്കൻ, ഞാൻ വീടിൻ്റെ അടുത്തെത്തിയടാ, എന്നിട്ടാണോ നീ എന്നെ വിളിക്കുന്നത് വീണ്ടും? ഈ ഷിൻജാനെ കൊണ്ട് തോറ്റ് ഗൈസ്. നമ്മൾ വീടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവൻ വിളിക്കുന്നത്. ഞാൻ എന്തായാലും അവനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവരെന്നാൽ ആരും വന്നില്ല ഗൈസ്, ആരും വന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഗൊക്കാമക്ക ഡ്രൈവർ വന്നിട്ടുണ്ട്, അവന്മാർ വന്നിട്ടില്ല. ഈ അവഞ്ചേഴ്സിനെ കൊണ്ട് തോറ്റ് കേസ്. ജസ്റ്റ് മിസ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ വീണ് പടമായിരുന്നു. ഈ ഫ്രാങ്ക്ലിനാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ തന്നെ എല്ലാവരും വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒറ്റ മനുഷ്യക്കുഞ്ഞ് വന്നിട്ടില്ല. ഇവന്മാർക്ക് എന്താണ്? എടാ ഡ്രൈവറെ, ഞാൻ അവഞ്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം റെഡിയാക്കിയത്. അവന്മാരെ കാണുന്നില്ല. നീ അവന്മാരെ കണ്ടോ? പിന്നെ ഈ ഷിൻജാനാ പറഞ്ഞ അവന്മാര് വരുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞില്ലല്ലോ അവന്മാര് വരുന്ന കാര്യം. ആ മൂട്ടുപത്തിലൊക്കെ വരുന്നുണ്ട്. നീ ഷിൻജാൻ കൂടെ എന്നോട് പറഞ്ഞു. നീ എന്നോട് പറയണായിരുന്നു കേട്ടോ. നീ അവന്മാരെ ഒന്ന് വിളിച്ചു നോക്കിയോ, അവന്മാർ എപ്പോഴാ വരുന്നതെന്ന് നോക്കാം. എടാ എനിക്ക് തോന്നുന്നത് ഇനി അവന്മാർ അവിടെ നിൽക്കുവാണോന്ന് അറിയത്തില്ല. അവന്മാർക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. അവന്മാർ സൂപ്പർ ഹീറോസ് ആണെന്ന് പറഞ്ഞാലേ അവന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേസ്. ചിലപ്പോൾ ഇനി അവിടെ ആയിരിക്കും. എടാ ഡ്രൈവറെ, അപ്പം നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം. നമ്മൾ വണ്ടി പെട്രോള് അടിച്ചിട്ടില്ല, ഇതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എടാ ഷിൻജാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രൈവറെ നീ കയറി, ഞാൻ കാണിച്ചു തരാം. ഒരു ക്രേസി ആയിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ ഒരു ബസ്സിലും കണ്ടിട്ടില്ല കേസ് ഇങ്ങനത്തെ സംഭവം. എടാ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു ബട്ടനെ പിടിച്ചേക്കുമ്പോൾ ഉണ്ടല്ലോ, കണ്ടോ ഗൈസ്? ഇതുപോലെ. എടാ നീ കണ്ടോടാ, ഇതുപോലത്തെ സൗണ്ട് കേൾക്കും. സൗണ്ട് മാത്രമല്ല നല്ല മണമുണ്ട്. ഞാൻ ഒന്നും കൂടെ കേൾപ്പിച്ചു തരാം.
കണ്ടോ? എന്നാലും ഫ്രാങ്കിൾ ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് മറ്റേ ഗോദ്രേജിന്റെ മറ്റേ ആ സംഭവല്ലേ, ആ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇങ്ങോട്ട് തിരിക്കുമ്പോ തന്നെ ഇവനെ വട്ടം വെക്കത്തുള്ളൂ. ഫ്രാങ്കിളിനെ നമുക്ക് എന്തായാലും അവരൊന്ന് വിളിച്ചു നോക്കിയാലോ. വിളിക്കാം. ഹലോ അയൺമാനാണോ, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. എന്തായാലും ഞങ്ങൾ ബസ്സൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഞാൻ സ്റ്റാർക്ക് മാൻഷൻ ഇല്ല, മുഴുവൻ തെറ്റിപ്പോയല്ലോ. സ്റ്റാർക്ക് മാൻഷനിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാവേ. എടാ ഷിൻജാനെ, അത് ഹോളിവുഡ് അല്ല, വൈൻവുഡാ. ഓക്കെ ഗൈസ്, നമ്മളിതേ ഇവിടുന്ന് എന്തായാലും സ്റ്റാർക്ക് മാൻഷൻ വരെ പോകണം. നമ്മളവിടം വരെ കുറച്ചധികം ദൂരമുണ്ട് ഗൈസ് ഇവിടുന്ന്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എടാ, നമ്മൾ ഇത് മണ്ടേ വെക്കുന്നേക്കാളും നല്ല അകത്ത് വെക്കുന്നതായിരുന്നു. എങ്ങനെ പോയാലും എല്ലാവരും കൂടെ കയറി കഴിയുമ്പോൾ എന്തായാലും ബാക്കി സീറ്റ് വരും. അപ്പം അവിടെ എങ്ങനെ വെച്ചാൽ പോരായിരുന്നോടാ. ഗൈസ്, നമ്മളിത് ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനിയും കുറച്ചുണ്ട് ഗൈസ്, എത്താറായിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇനി പോകണം. ഈ അയൺമാൻ എന്തിനാണ് ഈ വീട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പുള്ളിക്കാരൻ ഈ വൈൻകുട്ടി തന്നെ വല്ലതും വെച്ചാൽ പോരായിരുന്നോ? അവിടവും കഴിഞ്ഞ് ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ ആവും. നല്ല സമയം എടുക്കേണ്ട സ്ഥലമാണ് കേസ് അത്. എടാ, നമുക്കിവിടെ പെട്രോൾ അടിച്ചിട്ട് പോവാം. അല്ലേ ഇനിയിപ്പം അവിടെ വരുമ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ കുറേ ലോങ് അല്ലേ, അപ്പം നല്ലോണം പെട്രോൾ അടിക്കണ്ടേ. അപ്പം നമുക്ക് പോവാം. ഗായ്സ്, ഞാൻ അങ്ങനെ എന്നാലും 2 ദിവസം പറഞ്ഞ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. ഇങ്ങനത്തൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പോയിട്ട് വൈകുന്നേരം വന്നെന്ന് വെച്ചോ, എന്തായാലും പിറ്റേ ദിവസം കൊടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം കഴുകിയിട്ട് അന്ന് തന്നെ കൊടുക്കണം. അല്ലാതെ അവന്മാർ അതിന് സ്പെഷ്യൽ ഫീസ് മേടിക്കുമല്ലേ. നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇവന്മാരൊക്കെ ഏതാണ്? അല്ല പിന്നെ ഗൈസ്, ഞാൻ മര്യാദയ്ക്ക് കൊടുത്തുകൊണ്ട് വരുമ്പോൾ കുറേ എണ്ണം എനിക്കിത് വന്ന് തട്ടുമോ ഗൈസ്? അയ്യോ, ഞാൻ പെട്രോൾ അടിക്കുന്ന കാര്യം മറന്നുപോയി. നമുക്കിവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാം ഗൈസ്. ഇവിടെ പമ്പുണ്ട്, നമുക്കിവിടെ നിർത്താം ഗൈസ്. ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. നമുക്കിവിടെ ആരും ഇല്ലടാ ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ ഒരാളുണ്ടായിരുന്നു ഗൈസ്. ഭാഗ്യം, അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. നിറച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കിപ്പോൾ എത്ര പെട്രോൾ വേണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. എത്ര വേണമായിരിക്കും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാനിപ്പോൾ 1.5 ലിറ്റർ അടിച്ചിട്ടുണ്ട് കേസ്. ഫുൾ ടാങ്ക് അടിക്കണമെന്നുണ്ടായിരുന്നു. 1.5 ലിറ്റർ മതിയെന്ന് അവന്മാർ പറഞ്ഞേ, എനിക്കറിയത്തില്ല കേസ്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം കണ്ടേ ഉള്ളൂ അങ്ങോട്ട്. അതുകൊണ്ടാണ് അവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ കേസ്, ഇനി എന്തായാലും അങ്ങോട്ട് പോവാം. ഇതേ ഓൾറെഡി പെട്രോൾ ഉണ്ടായിരുന്നു കുറേ, പക്ഷെ ഞാൻ അതറിഞ്ഞില്ല. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്താറായിട്ടാ. ഷിൻജാനെ എന്ത് വെച്ചടാ? ആണോ? ഒത്തിരി പിടിച്ച് നോക്കിയിട്ടുണ്ടല്ലോ. ആടാ ഷിൻജാനെ, ഞാൻ ശരിയാക്കി കളയും. ഒന്നാമത് ഈ സംഭവം ഇതിനാണെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര ഇതാണ്. ഒന്നാമത് നമ്മളിത് റെന്റിനെടുത്ത വണ്ടിയാണ്. എത്തിക്കാനുണ്ട് ഗൈസ്. ഇവന്മാർക്ക് ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഞാനോർത്തിന് അതിൻ്റെ അകത്ത് പോയി നിപ്പുണ്ടായിരിക്കുന്നു. അയൺമാനാണ്. എല്ലാ അണ്ണന്മാരും കയറിക്കോ. വണക്കണ്ണ, സോറി, വണക്കം അണ്ണ. ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അണ്ണന്മാരെ അല്ല, നമുക്കപ്പോൾ എന്തായാലും പോവാം. നിങ്ങളെല്ലാവരും മാലയിട്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പോവാം എന്തായാലും. ഗൈസ്, അപ്പം നമുക്ക് നേരെ ഇനി പോവാം. പക്ഷേ ഇവിടെ നല്ല ദൂരമുണ്ട്. ഇതേ മഴയും പെയ്യാൻ തുടങ്ങി. അയ്യോ ഗൈസ്, ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ നല്ല ശകനമാണല്ലോ ഇത്. പിന്നെ ലോസ് ആൻഡോസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും വണ്ടി കയറിക്കോ. ഡ്രൈവറൊക്കെ എന്തിനാണ് മഴ കൊള്ളുന്നത്? കയറുക ഡ്രൈവറെ. അല്ല പിന്നെ ഇവന്മാരെന്നെ എവിടെ നിൽക്കുന്നത്? ഞാൻ വണ്ടിയും കൊണ്ട് കണ്ടു പൈസ. അത് പറഞ്ഞപ്പോൾ ഹൾക്ക് കയറി. ഹൾക്കണ്ണനൊക്കെ ഇരിക്കാൻ പറ്റൂലോ അല്ലേ. ഗൈസ്, എല്ലാവരും കയറുന്നുണ്ട്. ഓക്കേ, നിങ്ങൾക്ക് വല്ല പാട്ടും പാടിക്കൊണ്ട് പോയിക്കൂടെ? നമുക്ക് വല്ല ഭക്തിഗാനം ഇടാം ഗൈസ്. പിന്നെ നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ അല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഡ്രൈവറും ജിഞ്ചാനും മൈക്കിളില്ലല്ലോ അല്ലേ, നിങ്ങളെല്ലാവരും കൂടെ പാടിക്കും. ഞാനിനി നമുക്കിവിടെ റോളില്ല ഗൈസ്. ഇനി ഇവന്മാർ പാടി 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 അവിടം വരെ എത്തും. ശരണമയ്യപ്പ, ഹരിഹര സുതനേ ശരണമയ്യപ്പ,
സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹര സുതനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹര സുതനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹര സുതനേ ശരണമയ്യപ്പ. അടാ മോട്ടു പത്തിലോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഗൈസ്? നമുക്ക് യുവമാരെ കൊണ്ട് വേണം ഗൈസ് പോകാൻ. യുവമാരും ഉണ്ട് നമ്മുടെ കൂടെ ഗൈസ്. നമ്മൾ എടാ പെട്ടെന്ന് കയറാ, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഗൈസ്. നമ്മളിനി ഒരു 10-20 അരമണിക്കൂർ എടുക്കും തോന്നുന്നു. അരമണിക്കൂറിൽ എത്തുമെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു 10 മിനിറ്റേ എടുക്കത്തുള്ളൂ. അതത്ര ആയിരിക്കും, 10 അല്ലെങ്കിൽ 8-10 എടുക്കുമായിരിക്കും വീഡിയോയിൽ, എനിക്കറിയത്തില്ല ഗൈസ്. നമുക്കിതേ അവിടെ എത്തണം ഗൈസ്. ഇനി ഇതുവരെ നമ്മൾ ഭയങ്കര മഴയാണ് ഗൈസ്, ഇവിടെ തെന്നി പോവാണ് ഗൈസ്. അടുത്ത ആഴ്ച എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിതേ കുറച്ചും കൂടെ പോകണം ഗൈസ്. റൂട്ട് ക്ലിയർ ആവുന്നില്ല ഗൈസ്, എനിക്ക് ഒന്നാമത് കാണാൻ പറ്റുന്നില്ല ഈ മുടിഞ്ഞ മഴ കാണാം ഗൈസ്. നമ്മളിവിടെ എത്തിയേക്കുവാണ്. ഇനി കുറച്ചും കൂടെ നമ്മൾ ഇവിടെയാണ് ഗൈസ്, ഇതിലെയാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ കുറച്ച് പേര് വണ്ടറടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഇവനെ ഇങ്ങോട്ട് പോകുന്നതെന്ന്. ഞാനത് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ GTA 5 ശബരിമല ഇതിലെ ഷോർട്ട് കട്ടൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് പോകുന്നത്. ആ ഷോർട്ട് കട്ട് കണ്ട് നിങ്ങൾ ഞെട്ടാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിലെ പോയി ഇത് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇവിടുന്ന് ഇവിടെ ശബരിമല ഗൈസ്. ഇനി നമ്മൾ കപ്പലിലാണ് പോകുന്നത്, കപ്പലിൽ. കാരണം ഈ നമ്മുടെ നോർത്ത് ആങ്ടം പോലെ ഇവിടുന്ന് കഴിയണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പൽ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതേ കപ്പലും ബസ്സോടെ വെച്ചിട്ടുണ്ട്, കാരണം ബസ് കൊണ്ടുപോകണം ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനാ ബബ്ബായിലെ ദിലീപാണോ എന്ന് സംശയം വരും, കാരണം അത്ര വടത്തരമാണല്ലോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഗൈസ്. കാരണം ഞങ്ങൾ അവിടെ മല എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പോലും പറ്റാത്ത വഴിയാണ് അവിടെ. നമ്മൾ സാധാ നടക്കുന്ന പോലെയല്ല അവിടോട്ട് നടക്കുന്നത്, അവിടെ ഭയങ്കര കുണ്ടും കുഴിയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, പിന്നെ അവിടെ അതായത് ശബരിമല എത്തിക്കഴിഞ്ഞ് മല കയറുന്നല്ല നടന്നതാണ്. പക്ഷെ അവിടം വരെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആനയും പുലിയും എല്ലാം ഉണ്ടെന്നാണ് കേസ് കേൾക്കുന്നത്. ഷിൻചാനെ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് തിന്നുമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ഞാൻ ഈ ആഴ്ച വ്രതമായോണ്ട് ഇറച്ചി മീനൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേസ്, അവൻ ഇതുപോലെ ശബരിമലയ്ക്ക് പോവായിരുന്നേ. അപ്പത്തേക്ക് അവിടെ കടയിൽ കയറിയപ്പോഴത്തേക്കും അവൻ ചോദിക്കുക, അവന് അവിടെ പൊറോട്ട ഉണ്ടായിരുന്നു. പൊറോട്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കുക. ചിക്കൻ എന്താ ഉള്ള കറി എന്നാണ് അവൻ ചോദിച്ചത്. കടക്കാരൻ അവനെ തല്ലാത്തത് ഭാഗ്യം. ഗൈസ്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അനുഭവങ്ങൾ? അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല, വരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യടാ ഗൈസ്. ഇനി നീണ്ട യാത്രയാണ് ഗൈസ്. നമ്മളിത് രാത്രിയായിട്ടും എത്തിയിട്ടില്ല ഗൈസ്. ഞാൻ ഓർത്തില്ല ഇത്രയും നേരം എത്തുമെന്ന്. ഇത് കുറേ ദൂരമുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ വരുമെന്ന്. കപ്പലായതുകൊണ്ടാണ് ഗൈസ്. ഇനി കുറച്ചും കൂടെ പോകണം. എനിക്ക് മഴയുടെ ആണെന്ന് തോന്നുന്നു ഇത്രയും ഗൈസ്. നമ്മൾ അടുത്ത ദിവസം എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ അടുക്കാറായിട്ടുണ്ട്. നമ്മൾ കപ്പൽ കുറച്ച് നേരം മറ്റേ ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്കും അവിടെ കുറച്ചിട്ടൊക്കെ വരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ശബരിമല. അതേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇച്ചിരിയും കൂടെ പോകണം ഗൈസ്. ഇച്ചിരി പോയാലേ നമുക്കിനി നടക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഇറക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളിവിടെ എത്തിക്കാൻ പോവുകയാണ്. ഇച്ചിരിയും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മകരവിളക്കായതുകൊണ്ടായിരിക്കും ഗൈസ് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് പെടന്ന് വരുന്നത്. ഇനി 10 ദിവസമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 4-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ 4-ന് വരും, ചിലപ്പോൾ 5-ന് ആവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 4-ന് വരാൻ ചാൻസ് കുറവാണ്. കാരണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും. ഞാൻ നിങ്ങളോട് ഭയങ്കര ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ടൈം പറയാം ഗൈസ്. 4:53. ഞാൻ ഇന്നലെ തൊട്ട് റെൻഡറാക്കാൻ നോക്കുവാണ്. ഞാൻ വീഡിയോ ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ലാപ്പിലൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോഴാണ് ഗൈസ് റെക്കോർഡ് ചെയ്യുന്നത്. 4:53 ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളെന്നാണ് എൻ്റെ അറിവ് ഗൈസ്. ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയിലെത്താൻ പോവാണ്. മലയോട് കയറുന്നതാണ് ഗൈസ്, ഭയങ്കര ചടങ്ങാണ്. കാരണം ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വഴി. അതിലേയും പോവാം, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നടന്ന് കയറണമെന്നാണ് ഗൈസ് നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മൾ ഇവിടെ ഇച്ചിരിയും കൂടെ ആക്കിയിട്ട് നിർത്തിയിടും. നമുക്ക് ഇവിടെ നിർത്താമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇച്ചിരിയും കൂടെ കയറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോറി
നടന്നാണ് ഗൈസ് പോകാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകും. നമുക്ക് കുറച്ചും കൂടെ കയറ്റിയിടാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ഇവിടെ റോഡ് പോലത്തെ അയ്യോ ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ. ഞാനൊരു ബോധം ഇല്ലാതെ കേട്ടോ പോകുന്നത്. ഗൈസ് നമ്മൾ ഇതിലേ പോകണം. അതാ ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ശരിപ്പെട്ടിട്ടില്ല, അതാണ് സംഭവം. പിന്നെ കുഴപ്പമില്ല, നമ്മൾ പിന്നെ അയ്യപ്പനെ കാണാനല്ലേ പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ. പിന്നെ ഇവിടെ എത്തിയിട്ടും കൂടെ ഇല്ല ഗൈസ്. ഇവിടുന്ന് ഇനിയും ഉണ്ടോ? ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞാൻ പോകുന്നത്, പക്ഷേ ഇത് ഇനിയും ഉണ്ടോ ഇവിടുന്ന്? ഇനിയും ഉണ്ട് ഗൈസ്. പക്ഷേ ആ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് സംഭവം കാണിക്കുന്നത്. ദേ ഗൈസ്, ഇവിടെ ആണെന്ന് തോന്നുന്നു, കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എത്തണമായിരിക്കും ഗൈസ്. ഇതിലെയാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ വെക്കാൻ വേണ്ടി ഇവിടെ വെക്കണം. ഇച്ചിരിയും കൂടെ മാറ്റിയിടാം. ഇവിടെ അല്ലേ, എനിക്കറിയത്തില്ല, ഗൂഗിൾ മാപ്പാ ഗൈസ്. നമ്മൾ GTA 5 അത് ഞാൻ ഇതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ടാണ് സംശയം. കുറച്ചും കൂടെ അപ്പുറത്താണ് ഇപ്പം കാണിക്കുന്നത്. എടാ ഷിൻചാനെ, നീ നിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നോക്കിക്കാടാ. എനിക്കറിയത്തില്ല ഗൈസ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഷിൻചാനെ, നീ നിൻ്റെ അകത്ത് നോക്കിക്കാടാ. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത് എവിടെയാണ് ഗൈസ്? നമ്മുടെ GTA 5 അത് ശബരിമല എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ പണ്ടൊരു പ്രാവശ്യം നമ്മൾ ഇവിടെ എവിടെയോ വന്ന പോലെ ഓർക്കുന്നുണ്ട്. പണ്ടത്തെ ചാനലിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ വർഷം കണ്ടാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഗൈസ് നമ്മുടെ ആദ്യത്തെ ചാനൽ കാശി ഗെയിമിംഗ് സ്റ്റുഡിയോയ്ക്ക് അത് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നിർത്താം. മാനൊക്കെ പോകുന്നുണ്ടല്ലോ, ഇച്ചിരിയും കൂടെ ഉണ്ട്. എന്ത് രസമാണെന്നറിയോ ഗൈസ് GTA 5 അത് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ. നമുക്ക് ഇവിടെ ഞാൻ എടാ ഷിൻചാനെ നീ നോക്കിയോ? സ്ട്രേറ്റ് പോകുമ്പോ അവിടെ ഒരു സംഭവം ഇതന്നെ. ഇവിടുന്ന് നമുക്ക് നേരെ നടന്നാ അവിടെ എത്തും. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് അവര് പറയുന്നേ. ആടാ, നമുക്കിവിടെയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് നമുക്ക് തുറന്ന് കയറണം. ചേട്ടാ അല്ല സാറേ, ഞങ്ങൾ പോവാണ്. നമുക്കിവിടെ വണ്ടി ഇടാം ഗൈസ്. നമുക്ക് അന്നിട്ട് ഇറങ്ങിപ്പോയി. ഇവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ മലയ്ക്കാണ് പോകുന്നതെന്ന്. നമുക്കിവിടെ നിർത്തിയിട്ട് എന്തായാലും പോവാം ഗൈസ്. ദേ ഇറങ്ങാം. ദേ ഗൈസ്, ഞങ്ങൾ ഒടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ദേ ഇങ്ങോട്ട് പോവാം ഗൈസ്. സാറേ, ഞങ്ങൾ ശബരിമലയ്ക്ക് വന്നതാണ്. ഞങ്ങൾ ഇവിടെ വണ്ടി ഇട്ടോട്ടെ, ഇവിടെ പാർക്കിംഗ് സ്പേസ് അല്ലേ? അതറിയാൻ ഞങ്ങൾ വന്നു ഗൈസ്. ഇവർ അതേന്നാണ് പറയുന്നത്. കുഴപ്പമില്ലെന്നാണ് തോന്നുന്നു ഗൈസ്. ഇവിടെ വണ്ടി ഇടാമെന്ന് തോന്നുന്നു. ഡിസ്റ്റർബൻസ് ആവും ഇല്ലെന്നാണ് ഗൈസ് ഇവർ പറയുന്നത്. നമുക്ക് പോവാം, നമുക്കിതിലേ പോവാം. എടാ വാടാ, നമുക്ക് പോവാം. ഞങ്ങൾക്ക് ദർശനം തരണേ സ്വാമിയേ, ശരണമയ്യപ്പോ, സ്വാമിയേ, ശരണമയ്യപ്പ, ഹരിഹര സുതനേ, ശരണമയ്യപ്പ. ഈ പുലി ഇങ്ങോട്ട് പോകുന്നേ, ഹരിഹര സുതനേ, ശരണമയ്യപ്പ. പുലി പോയി, പുലി പോയി, വാ കേറാം നമുക്കിനിപ്പം. പുലിയോ ഗൈസ്? ഈ ഷിൻചാൻ പുലിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ കയറി ഒടുവി നമ്മളിതേ അയ്യപ്പൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ദൈവമേ ഗൈസ്, ഇനി 18 പടിയും നമ്മൾ കയറണം. 18 പടിയൊക്കെ കയറാനാണ് പാടി. ഇത്രയും നമ്മൾ കയറി വന്നു. അപ്പോൾ എല്ലാവരും പാടാ, നമുക്ക് കയറാം. വരൂ ഗൈസ്. ഹൽക്കെ നീ സൂക്ഷിച്ച് കയറണം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും കയറാൻ പോവാണ്. ഞാൻ കയറാം ഫസ്റ്റ്. ഓ ഗൈസ്, നമ്മൾ കയറിയിട്ടുണ്ട്. സ്വാമിയേ, ശരണമയ്യപ്പ. ഗൈസ് കയറണം. ഓഫ്, കണ്ടോ ഗൈസ്, നിങ്ങൾ ശബരിമല പോയിട്ടുണ്ടോ അറിയാം. നിങ്ങളുടെ സ്വർണ്ണത്തിലുണ്ടാക്കിയ ഈ പടികൾ എങ്ങനെയാണ്? നമ്മുടെ കാല് മുഴുവനെത്തത്തില്ല. ഓക്കെ ഗൈസ്, അയ്യപ്പ ഞങ്ങൾക്ക് ദർശനം നൽകണമേ. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ആദ്യം ഗണപതിനെ കാണാം ഗൈസ്. ഗണപതിയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ക്രമമെന്നാണ് എനിക്കറിയാവുന്നത്. ഗണേശ കാക്കണേ, നമ്മുടെ ചാനലൊക്കെ നല്ലോണം സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തണേ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ അയ്യപ്പനെ കാണാൻ പോവുക. ഞാൻ എത്ര കൊതിച്ചിട്ടാണെന്നറിയോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. നമുക്ക് അയ്യപ്പനെ കാണാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗൈസ് ഇവരെല്ലാം കണ്ടോ? ഇവരെന്നെ കാണിക്കുക. ഗൈസ് നമുക്കിനി അയ്യപ്പൻ്റെ അടുത്തോട്ട് പോവാം. അവിടെ ഉണ്ടല്ലോ ഒരു ഗണപതിയുടെ ഇത്. ഓ, ഞാൻ ഇവിടെയാണ് കണ്ടേ. അയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പോ, ഹരിഹര സുതനേ, ശരണമയ്യപ്പ. വിളിയട എല്ലാവരും. സ്വാമിയേ, ശരണമയ്യപ്പ,
ഹരിഹര സുതനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹര സുതനേ ശരണമയ്യപ്പ ഞങ്ങളുടെ ചാനൽ 1K ആവണേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഗൈസ് അങ്ങനെ നമ്മൾ നമുക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. എടാ വാടാ നമുക്കിനി പോവാം. ഗൈസ് അങ്ങനെ വീണ്ടും ഒരു ശബരിമല കാലം തീരുകയാണ്. ഫ്ലാഷ് പെട്ടെന്ന് അറിയാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഇവിടെ മുരുകനായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ മുരുക കാക്കണമേ. ഗൈസ് അങ്ങനെ വീണ്ടും ഒരു ശബരിമലക്കാലം തീരുകയാണ്. മകരവിളക്കിന് നടയടയ്ക്കുന്നു. അപ്പോൾ ഒത്തൊരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ ശബരിമല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ശബരിമലയുടെ മോഡലൊക്കെ ചെയ്യുന്നത്. എത്ര നേരം എടുക്കുമെന്നറിയോ ഇതൊക്കെ ചെയ്തു വരാൻ. നിങ്ങളത് ഇതിലൊക്കെ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമ്മുടെ ഉന്നമനത്തിലെത്തിയാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു ബട്ടണാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്.